കുറച്ച് ദിവസങ്ങളായി മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ട്രംപ് പറയുന്നു, ഞങ്ങളുടെ ഒരു വലിയ വ്യൂഹം തന്നെ, ഞങ്ങളുടെ ഒരു വലിയ സൈനിക വ്യൂഹം തന്നെ മിഡിൽ ഈസ്റ്റിലുണ്ടെന്നും ഇറാനെ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ട്രംപ് തവണകളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഇറാൻ അതിന് വളരെ ശക്തമായ മറുപടിയും നൽകുന്നു. അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിൽ പോര് ഇങ്ങനെ ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തമായ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായ മറുപടി ലഭിക്കുമ്പോൾ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ട്രംപ് ഇറാനെ ആക്രമിക്കുമോ അതോ ഭയപ്പെടുത്തി ഇങ്ങനെ നിലനിർത്തി കരാറുകൾ സൃഷ്ടിക്കുവാനുള്ള പദ്ധതിയാണോ എന്നുള്ളതാണ്. രണ്ട് സാധ്യതകളാണ് ലോകത്തെ അനലിസ്റ്റുകൾ ഇപ്പോൾ വിവരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ഒരു US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഇറാനിലെ ജനങ്ങൾ ഇറാൻ ഞങ്ങളുമായി ബന്ധപ്പെടുവാനും ചർച്ചയും ആഗ്രഹിക്കുന്നുവെങ്കിൽ വാഷിങ്ടൺ അതിനായി തുറന്നിട്ടിരിക്കുന്നു, തുറന്ന വാതിലുകളാണ് എന്ന് വാഷിങ്ടണിന്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്ത വന്നതിനെ തുടർന്ന് ഇത്തരത്തിൽ ട്രംപിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇതൊന്നും. ഇത്തരത്തിൽ ഇറാനെ ഭയപ്പെടുത്തി വളരെ വലിയ ഭീഷണികൾ മുഴക്കി മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കാര്യം സാധിക്കുക, ഒരു എഗ്രിമെന്റിലേക്ക് ഇറാനുമായി എത്തുക എന്നുള്ള ട്രംപിന്റെ ഒരു പദ്ധതിയും ആയേക്കാം ഈ ഒരു കോലാഹലങ്ങളൊന്നും നിർവചിക്കുന്ന ചില അനലിസ്റ്റുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കും, അല്ലെങ്കിൽ ഇറാനിൽ നിന്നൊരു കരാർ നേടും. ഇതിൽ രണ്ടാലൊരു ഉദ്ദേശമാണ് ട്രംപിനുള്ളത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്താണ് ഇവിടെ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ പറയുന്നു വളരെ ശക്തമായ മറുപടി. അത് ഇന്നലെയും ഇറാന്റെ വിദേശകാര്യമന്ത്രിയും വിദേശകാര്യ വക്താക്കളും അതുപോലെ തന്നെ സ്പീക്കറും ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കറും അങ്ങനെ തുടങ്ങി ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള മുഴുവൻ ആളുകളും വളരെ ശക്തമായ താക്കീത് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഇടയ്ക്ക് ട്രംപും വളരെ ശക്തമായി ഞങ്ങളുടെ അവിടെ ഉണ്ട്, എന്തു നോക്കാം, ഞങ്ങൾ നിരീക്ഷിച്ചു വരുന്നു എന്നൊക്കെയുള്ള വാക്കുകളുമായി ട്രംപ് മുന്നോട്ട് പോകുന്നു. ഇറാൻ പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളിൽ മാത്രം ഒതുങ്ങുകയില്ല. ഞങ്ങളെ ആരുടെ വ്യോമാതിർത്തിയും അതുപോലെ തന്നെ ആരുടെ ഏത് രാജ്യത്ത് നിന്നാണോ ഞങ്ങളെ ആക്രമിക്കുന്നത്, ഞങ്ങളെ അയൽ രാജ്യങ്ങളൊക്കെയും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഞങ്ങളെ അയൽ രാജ്യങ്ങളുടെ ഏതെങ്കിലും രാജ്യങ്ങളുടെ മണ്ണോ ജലമോ ആകാശമോ ഞങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കൃത്യമായും ആ രാജ്യത്തേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും, തകർത്തുകളയും എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇറാന്റെ കൃത്യമായ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഞങ്ങളിൽ മാത്രം ഈ യുദ്ധം നിലനിൽക്കുകയില്ല, ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ മേഖലയിലാകെ അത് കത്തിപ്പടരുമെന്നുള്ള മുന്നറിയിപ്പാണ് അമേരിക്കൻ സഖ്യരാജ്യങ്ങളായ മിഡിൽ ഈസ്റ്റിലെ അയൽ രാജ്യങ്ങൾക്ക് ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസവും MBSനെ മുഹമ്മദ് ബിൻ സൽമാനെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഫോണിൽ വിളിച്ചു എന്നുള്ളതാണ്. വളരെ കൃത്യമായ സന്ദേശമാണ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത്. ഞങ്ങളൊരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്, യുദ്ധവും സംഘട്ടനവും മേഖലയിലാകെ പടരും, ഞങ്ങളിൽ മാത്രം ഒതുങ്ങുകയില്ല എന്നുള്ളതാണ് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് MBSുമായി പങ്കുവച്ചത്. എന്നാൽ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു, സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇറാന് കൃത്യമായ പിന്തുണ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്ന് MBSും ആവർത്തിക്കുകയുണ്ടായി എന്നുള്ളതാണ്. കാരണം സൗദിക്കും ഈ ആക്രമണത്തിൽ ഒട്ടും താല്പര്യമില്ല. സൗദിയിൽ വരാൻ പോകുന്നത് വളരെ വലിയ വിപ്ലവകരമായ പദ്ധതികളാണ്. സൗദിയിൽ ഒരുപാട് എണ്ണേതര വരുമാനത്തിൽ നിന്ന് വരുമാനം നേടുന്നതുമായി ബന്ധപ്പെട്ട് സൗദി ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ടൂറിസ്റ്റ് മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഫുട്ബോൾ മാമാങ്കം, വേൾഡ് കപ്പ് സൗദിയിൽ വരുന്നു. അതുപോലെ തന്നെ വരാനിരിക്കുന്ന വർഷങ്ങളിൽ സൗദിയിൽ വരുന്ന വിപ്ലവകരമായ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ലോകം പലപ്പോഴും വിവരിച്ചിട്ടുള്ളതാണ്. സൗദി ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള വൻ പ്രൊജക്റ്റുകളുമായാണ് മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ഈ ഒരു സംഘർഷം, ഇറാനുമായ ഒരു യുദ്ധം നീണ്ടു നിന്നു പോകുകയും സംഘർഷം അയൽ രാജ്യങ്ങളിലേക്ക് കൂടി കടക്കുകയും മിഡിൽ ഈസ്റ്റിലാകെ ഒരു അശാന്തി ഉണ്ടാവുകയും ചെയ്യുന്നത് സൗദി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഇറാൻ സൗദിക്ക് വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകി. അതുപോലെ തന്നെ മറ്റ് അയൽ രാജ്യങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഞങ്ങളിലേക്ക് ആക്രമണം കടന്നു വരിക തന്നെ ചെയ്യും എന്നുള്ളത്. അത്തരത്തിൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള സന്ദേശം, ഞങ്ങളിൽ ആക്രമണം ഒതുങ്ങുകയില്ല, അത് മേഖലയിലാകെ പടരും എന്നുള്ള ഒരു വിഷയം തന്നെയാണ്. അതുപോലെ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ കൃത്യമായും ഇറാന്റെ IRGC മാത്രമായിരിക്കുകയില്ല അമേരിക്കക്കെതിരെ പ്രതികരിക്കുന്നത്. ഹൂത്തികൾ ഇപ്പോൾ തന്നെ രംഗത്ത് വന്ന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ഇറാനെ എങ്ങാനും അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെങ്കടലിലേക്ക് ആക്രമണം നടത്തുമെന്നും ചെങ്കടലിലൂടെ ഒരു കപ്പൽ പോലും ഞങ്ങൾ വെറുതെ വിടില്ലെന്നും ആക്രമിച്ച് തകർക്കുമെന്നുമായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഇസ്രയേൽ ഗാസ യുദ്ധകാലത്ത് ഹൂത്തികൾ ഇത്തരത്തിൽ വ്യാപാര കപ്പലുകളെയും അതുപോലെ തന്നെ പിന്നീട് സൈനിക കപ്പലുകളെയും ആക്രമിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതുവഴിയുള്ള ആഗോള കപ്പൽ ഗതാഗതം താറുമാറാകുകയും മിഡിൽ ഈസ്റ്റിലാകെ വ്യാപാരം താളം തെറ്റുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയം അമേരിക്കയെയും അതുപോലെ തന്നെ ലോകത്തെ തന്നെ ബാധിക്കുന്ന വലിയ ഒരു വിഷയമാണ്. ഇത്തരത്തിൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഹൂത്തികൾ ഇപ്പോൾ തന്നെ ആക്രമണം നടത്തുമെന്ന് പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് IRGC പിന്തുണയുള്ള ഇറാൻ സൈന്യത്തിന്റെ തന്നെ ദീർഘകാലമായി പിന്തുണയുള്ള ഇറാഖിലെ കത്തൈബ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ മറ്റൊരു വിഭാഗം നേരിട്ട് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. മേഖലയിൽ ഇറാനെ ആരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ മേഖലയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ ഇറാഖിലെ പ്രോക്സി ഗ്രൂപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുപോലെ നമുക്കറിയാം, ഇറാന്റെ വളരെ ശക്തമായ ഒരു പ്രോക്സി ഗ്രൂപ്പാണ് ലബനാനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഹിസ്ബുള്ളയും കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വെറുതെ കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല, തീർച്ചയായും ഇറാന് പിന്തുണയുമായി ഞങ്ങളും ഉണ്ടാവും രംഗത്ത് എന്ന ഒരു കൃത്യമായ ഒരു മെസ്സേജ് ഹിസ്ബുള്ളയും നൽകി എന്നുള്ളതാണ്. അത്തരത്തിൽ ഇറാനെ ആക്രമിക്കുമ്പോൾ മേഖലയിലാകെ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിലാകെ തന്നെ ഭീഷണി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതു തന്നെയാണ് ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുവാൻ ഒന്ന് മടിക്കുന്നതും ബ്രേക്ക് ഇടുന്നതും. കഴിഞ്ഞ ജൂണിൽ 12 ദിവസം ഇസ്രയേലുമായി യുദ്ധം നടന്നപ്പോൾ പെട്ടെന്ന് തന്നെ ട്രംപ് ഇടപെട്ടുകൊണ്ട് അത് ഒരു വെടിനിർത്തലിലേക്ക് പോകാനുണ്ടായ സാഹചര്യവും അതുതന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇറാനുമായി ഒരു കരാറിലെത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരിക്കും കൃത്യമായും ഇറാനോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. അതായത് 2-3 കാര്യങ്ങളാണ് വളരെ കൃത്യമായി ആവശ്യപ്പെടുക. ഒന്ന്, ഇറാൻ ആണവ പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദീർഘദൂര മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നതിൽ നിന്ന് ഇറാൻ അത് നിർത്തിവെക്കണമെന്ന ആവശ്യമാണ് രണ്ടാമത് അമേരിക്ക ഉന്നയിക്കുക. ഇറാനെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി ഇന്നടിക്കും നാളെ അടിക്കും, ഞങ്ങളിതാ ആക്രമണം ആരംഭിക്കുകയായി എന്നൊക്കെ പറഞ്ഞ് ഇറാനെ വലിയ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരിൽ നിന്നൊരു കരാറ് നേടിയെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് തന്നെയാണ് ചില അനലിസ്റ്റുകൾ പറയുന്നത്. അതുപോലെ അമേരിക്ക ആവശ്യപ്പെടാനുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പ്രോക്സി ഗ്രൂപ്പുകളെ നിർമ്മിക്കുന്നതും പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരിട്ട് ഫണ്ട് നടത്തി ചെലവ് കൊടുത്ത് അവരെ പോറ്റി വളർത്തുന്നതും നിർത്തലാക്കണം എന്നായിരിക്കും അമേരിക്ക ഇറാനോട് ആവശ്യപ്പെടുക. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ പാർലമെന്റ് ഡെപ്യൂട്ടി സ്പീക്കർ പറയുന്നത് ഇത്തരത്തിൽ ഇറാനെ ഒരു സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി ഇറാനിൽ നിന്ന് ഏതെങ്കിലും ഒരു കരാർ നേടിയെടുക്കാമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത 0 താഴെയാണ്, അല്ലെങ്കിൽ 0 അരികെയാണ് എന്നുള്ളതാണ്. അതായത് ഭീഷണിപ്പെടുത്തി ഒരു കരാറിൽ എത്തിക്കുവാൻ ഇറാൻ ഒരിക്കലും നിൽക്കുകയേയില്ല. അത് അമേരിക്ക അത്തരത്തിൽ ആഗ്രഹിക്കുകയേ വേണ്ട എന്നുള്ള ഒരു മറുപടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഇറാനുമായുള്ള ഒരു യുദ്ധം അത് മേഖലയിലാകെ അശാന്തി പടർത്തുമെന്ന് ഇറാൻ വളരെ കൃത്യമായ മെസ്സേജ് മേഖലയിലെ അയൽ രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കാകെയും മുന്നറിയിപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഇത്തരത്തിലൊരു കരാറിലെത്തുവാനുള്ള ശ്രമമാണോ അതല്ല ഇറാനുമായി പെട്ടെന്ന് തന്നെ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പോകുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. ഏതായാലും
അമേരിക്കൻ സൈന്യവും എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രൂപ്പ് ഷിപ്പുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ 2 ദിവസമായി ഇപ്പോൾ സൈനികാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനെ പ്രകോപിപ്പിക്കുകയാണോ, ഇറാനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണോ, അതല്ല ദിവസങ്ങൾക്കുള്ളിൽ ഇറാനെ ആക്രമിക്കുകയാണോ ലക്ഷ്യം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടി വരും. തൽക്കാലം വിട, വീണ്ടും കാണാം.